കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളോട് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ഈ വെള്ളിയാഴ്ച രാവിലെ സമയം ഒരുമിച്ചായിരിക്കാൻ വലിയവനായ ദൈവം ഒരു സാവകാശം അടിയന്റെ ജീവിതത്തിൽ നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ച ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ, ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ മനസ്സലിവും അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മളായിരുന്ന സ്ഥലങ്ങളിലൊക്കെ കർത്താവിന്റെ കൃപ നമ്മോട് കൂടിയിരുന്ന ദൈവം നമ്മെ വഴി നടത്തി. നമ്മുടെ കണ്ണുനീരിന്റെയും നൊമ്പരത്തിന്റെയും ഭാരത്തിന്റെയും ഒക്കെ മധ്യത്തിൽ കൂട്ടാളിയായി കൂടിരുന്ന് നമ്മെ കരം പിടിച്ച് വഴി നടത്തിയ ദൈവത്തിന്റെ ദയയ്ക്കും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സെക്ഷൻ ലീഡ് ചെയ്യുന്ന പ്രിയ ദേവദാസി, ദൈവത്തിനുമായി സഹായിക്കുന്ന ദേവദാസി, അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ക്രിസ്തീയ വന്ദനത്തെ ഈ പകൽക്കാലം അറിയിക്കുന്നു. ദൈവം ഈ പകൽക്കാലം നമ്മോട് ഹൃദ്യമായി ഇടപെടുമാറാകട്ടെ. കർത്താവിന്റെ മന്ദമായ ശബ്ദം ഈ പകൽക്കാലം നമ്മുടെ കാതുകളിൽ അത് പ്രയോജനകരമായി തീരട്ടെ. അടിയനും അതുപോലെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രയറിലെ എൻ്റെ പ്രവർത്തനങ്ങളെ ഇത്രത്തോളം ദൈവം മാനിച്ചു കൊണ്ടുപോകുന്ന ദൈവകൃപയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അതിരാവിലെ സമയം മുതൽ ഇതുവരെയും അനേകർ ഈ ലൈനിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വീണ്ടും കർത്താവേ, അല്പസമയം, അടുത്തൊരു മണിക്കൂർ സമയം ദൈവവചനത്തിലൂടെ ഞങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. ഞങ്ങളായി തീരേണ്ടും വണ്ണം ആയി തീരുവാൻ ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദ്യമായ ഞങ്ങളോട് ഇടപെടണം. അടിയന്റെ നാവോട് കൂടിയിരിക്കണം. കൃപകൾക്കുള്ളിൽ മറയ്ക്കണം. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ നാവ് ഒരു തീ എന്നൊരു വിഷയം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നും ചിന്തിക്കുന്നത്. ഇന്ന് തീരുമോ എന്ന് എനിക്ക് തീർത്തു പറയാൻ പറ്റില്ല. തീർക്കണമെന്നാണ് ആഗ്രഹം. നമ്മൾ ചിന്തിച്ചു പോയാൽ ധാരാളം ചിന്തിക്കാനുള്ളതായ ഒരു വിഷയമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗത്തേക്ക് കടന്നു പോകട്ടെ. നമ്മൾ നാവിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മുടെ നാവ് അല്ലെങ്കിൽ നമ്മുടെ അധരം പാപകാരണമായി തീരുവാൻ വളരെയേറെ സാധ്യതയുള്ള നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കുഞ്ഞതായ ഒരു അവയവമാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ആ നാവ് കൊണ്ടുണ്ടാകുന്ന പാപം, അതുപോലെ ആ നാവ് കൊണ്ടുള്ള പാപം മനുഷ്യജീവിതത്തിൽ എങ്ങനെയൊക്കെ കേടുവരുത്തുന്നു, അല്ലെങ്കിൽ ആ നാവ് കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ട് പാപം ചെയ്യുന്നത് നിമിത്തം അവർക്കുണ്ടാകുന്ന ശിക്ഷ എന്താണ്, ഈ നാവ് കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ട് ചെയ്യുന്ന പാപത്തിൽ നിന്നുള്ള വിടുതൽ എപ്രകാരമാണ്, ശുദ്ധീകരിക്കപ്പെട്ട ഒരു നാവിന്റെ വിശേഷത എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ചിന്തയിലൂടെ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യമായി നമ്മൾ നാവ് കൊണ്ടുള്ള പാപം അല്ലെങ്കിൽ പാപകാരണമായി തീരുന്ന വാക്കുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പ്രാരംഭ ദിവസത്തിൽ അതിന്റെ മിക്കവാറും ഭാഗങ്ങൾ വ്യർത്ഥവാക്കുകൾ, കഠിന വാക്കുകൾ, ബദ്ധപ്പാടുള്ള വാക്കുകൾ, അതികഠിനമായ വാക്കുകൾ, വശീകരണ വാക്കുകൾ, മുഖസ്തുതിയൻ വാക്കുകൾ, കൗശലത്തിന്റെ വാക്കുകൾ, ദുർവാക്കുകൾ, കളിവാക്കുകൾ, വ്യാജവാക്കുകൾ, അങ്ങനെ 10 എണ്ണത്തിൽ നമ്മൾ നിർത്തുകയാണ് ചെയ്തത്. രണ്ടാമത് നമ്മൾ തുടങ്ങിയത് ഈ വാക്കുകളിലുള്ള പാപം എങ്ങനെ മനുഷ്യനെ തകർക്കുന്നു എന്ന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയുണ്ടായി. ഈ നാവ് കൊണ്ടുള്ള പാപം ജീവിതത്തിൽ വരുത്തുന്ന ദോഷങ്ങൾ നമ്മൾ 1-2 ഭാഗങ്ങൾ നമ്മൾ അതുമായിട്ട് ചിന്തിച്ചു. സദൃശവാക്യം 13:3 നമ്മൾ ചിന്തിച്ചിരുന്നു. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. അപ്പൊ വായെ നമ്മൾ കാത്തുകൊണ്ടാൽ നമ്മുടെ പ്രാണനെ സൂക്ഷിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം
നമ്മോട് ഉത്ബോധിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ സദൃശവാക്യം തന്നെ 21 അധ്യായത്തിന്റെ 23 വാക്യവും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. അവിടെ നമ്മൾ കണ്ടത് വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു എന്ന ഭാഗം നമ്മൾ എടുത്ത് ചിന്തിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഇന്നും അതിന്റെ 3-ാമത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം. നിങ്ങൾ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് തൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാത്രേ. ആമേൻ. താങ്ക് യു മമ്മേ. യാക്കോബിന്റെ ലേഖനം വളരെ സുപരിചിതമായ ഒരു ലേഖനമാണ്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തീയ ധർമ്മശാസ്ത്രം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് യാക്കോബിന്റെ ലേഖനം. നമ്മൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായി ഇടപെടണം എന്നുള്ള ഭാഗമാണ് യാക്കോബിന്റെ ലേഖനത്തിലും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നമ്മളെ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് പറഞ്ഞതായ വസ്തുതകളും ഇത് രണ്ടും ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള വസ്തുതയെ വിവരിക്കുന്നതാണ്. ഇവിടെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ഞാൻ പറയുന്നതല്ല, ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആ പറഞ്ഞതിന്റെ സാരാംശം എന്ന് പറയുന്നത്, നാവിനെ കടിഞ്ഞാണിടാത്തവൻ ഭക്തൻ എന്ന് വിചാരിച്ചാൽ അത് വ്യർത്ഥം എന്നാണ് ദൈവത്തിന്റെ വചനം ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. നോക്കണേ, നാവിനെ കടിഞ്ഞാണിടാതെ ഭക്തന്റെ വസ്ത്രവും ധരിച്ച് നടക്കുക. ഞാൻ ഭക്തനാ, കണ്ടില്ലേ ഞാൻ വെള്ള വസ്ത്രമാണ് ധരിക്കുന്നത്, നിരൂപിക്കുന്നത് എന്തുവാ? ഞാനൊരു ഭക്തൻ, സഭയിലേക്കും തികഞ്ഞ ഭക്തൻ ഞാനാണ്. പക്ഷേ നാവിനെ അഴിച്ചു വിട്ടിരിക്കുക. ഒരു നിയന്ത്രണവും നാവിനില്ല. നോക്കണം, 4 പേര് കൂടുമ്പോ 10 പേരുടെ കുറ്റമാ സംസാരത്തിൽ വരുന്നത്. ഭക്തൻ എന്നാണ് നിരൂപിക്കുന്നത്, പക്ഷെ നാവിന് യാതൊരു നിയന്ത്രണവുമില്ല. അങ്ങനെയാണെങ്കിൽ വചനം പറയുന്നു അവന്റെ ഭക്തി വ്യർത്ഥമാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിപ്പാൻ ആ വാക്യം ഉതകുമാറാകട്ടെ. ആ ഭക്തി വ്യർത്ഥം. നമ്മുടെ വീട്ടിലേക്ക് ഒരു കൂട്ടു സഹോദരനോ സഹോദരിയോ വന്നെന്നിരിക്കട്ടെ, എന്തുവാ സംസാര വിഷയം? എന്തുവായിരിക്കും ചർച്ചാ വിഷയം? 2 വിശ്വാസികൾ ഒരുമിച്ച് വന്നാൽ അവരുടെ വായിൽ കൂടി ആരെല്ലാം കയറി ഇറങ്ങിപ്പോകും? നമ്മിലേക്ക് തന്നെ തിരിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അന്നേരം ആരെങ്കിലും ഒരു റെക്കോർഡർ വെച്ച് അവരറിയാതെ അവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്ത് 4 പേര് കേൾക്കെ അത് വെച്ചാൽ ഇവരുടെ ഭക്തിയുടെ തനി നിറം അന്നേരം വെളിപ്പെടും. നാവിന് കടിഞ്ഞാണിടാതെ പാട്ട് പാടിയിട്ട് പ്രയോജനമില്ല. നാവിന് കടിഞ്ഞാണിടാതെ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല. നാവിന് കടിഞ്ഞാണിടാതെ അന്യഭാഷ പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. നാവിന് കടിഞ്ഞാണിടാതെ ദശാംശം കൊടുത്തിട്ട് പ്രയോജനമില്ല. ഈ പൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭക്തി വ്യർത്ഥമാണ് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോ എന്തോ പറ്റും? നമ്മുടെ പ്രാർത്ഥന പാപമായി തീരും, ആരാധന പാപമായി തീരും, കുടുംബ പ്രാർത്ഥന പാപമായി തീരും. കാരണം നാം ഒരു ഭക്തനല്ല. എന്താ കാരണം? നാവിന് കടിഞ്ഞാണിടാൻ ഒരുവന് കഴിയുന്നില്ലെങ്കിൽ, തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് പറഞ്ഞാൽ ആ ഭക്തി വ്യർത്ഥമത്രേ എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ വാക്കുകളുടെ അല്ലെങ്കിൽ നാവിന്റെ പ്രവൃത്തിയുടെ അനന്തരഫലം എന്താണ് എന്ന് ചില വാക്കുകളിലൂടെ നമ്മൾ നോക്കാം. അതിനുള്ള ശിക്ഷ എന്തായിരിക്കും? നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് പോകണം. മത്തായിയുടെ സുവിശേഷം
12-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. ഇവിടെ ദൈവത്തിന്റെ വചനം ഇവിടെ വ്യക്തമാക്കുന്നത് മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനുമെന്നല്ല, ഏത് നിസ്സാര വാക്കിനും, നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന വാക്കുകൾ. അപ്പൊ ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ വാക്കുകളാണ്, അതിൽ അടിവരയിട്ടോണം. ഏത് നിസ്സാര ആര് ബോധിപ്പിക്കണം? ഇവിടെ ആര് ബോധിപ്പിക്കണമെന്നാ പറയുന്നത്? ഇരുന്ന് പറഞ്ഞ ഓരോ നിസ്സാര വാക്കിനും, നിന്ന് പറഞ്ഞ ഓരോ നിസ്സാര വാക്കിനും, നടന്നു പറഞ്ഞ ഓരോ നിസ്സാര വാക്കിനും, കിടന്നു പറഞ്ഞ ഓരോ നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കണം. എവിടാ കണക്ക് ബോധിപ്പിക്കേണ്ടത്? ദൈവത്തിന്റെ മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പൊ നാവിൽ നിന്ന് പുറപ്പെട്ട ഓരോ പാപത്തിന്റെ വാക്കിന് കണക്ക് ബോധിപ്പിക്കണമെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കോ. ഇന്നലത്തെ നമ്മുടെ വാക്കുകൾ എന്തായിരുന്നു? ചിലർ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഓ ഞാൻ ഒന്നും ഓർക്കാതെ പറഞ്ഞതാ, ഞാൻ ഒന്നും ചിന്തിച്ചുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷെ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിനും ന്യായവിധിയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കിനു വരെ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോ വേണേ നമ്മള് ബുദ്ധിമാന്മാരില്ലേ, നമ്മൾ പറഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞത് വേറെ ആരും കേട്ടില്ലല്ലോ, ഫോണിൽ കൂടെ അല്ലേ ഞാൻ പറഞ്ഞത്, വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു, കഥയെല്ലാം അടച്ചിട്ടേക്കായിരുന്നു, വീടിന്റെ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തേക്കായിരുന്നു, മറ്റാരും വീട്ടിലില്ലായിരുന്നു, സാക്ഷികൾ ആരുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ന്യായവിധി നടക്കുന്നത്? നമുക്കറിയാം, ഈ ലോകത്തിൽ പോലും ഒരു കോടതി വിധി നടക്കണമെങ്കിൽ തെളിവ് വേണം, സാക്ഷികൾ വേണം. ഇല്ലെങ്കിൽ കേസ് വെറുതെ വിടും. എത്ര വലിയ കുറ്റമാണെങ്കിലും തെളിവില്ല, സാക്ഷികളില്ലെങ്കിൽ ആ കേസിലെ പ്രതിയെ വെറുതെ വിടും. അതാണ് ലോക കോടതി. അപ്പൊ പിന്നെ എങ്ങനെയാ ന്യായവിധി നടക്കുന്നത്? പക്ഷെ അന്ന് നമുക്കെതിരെ സാക്ഷി പറയുവാൻ ദൈവം തമ്പുരാൻ ചില സാക്ഷികളെ വിളിക്കും. ദൈവ കോടതിയിലും സാക്ഷികളുണ്ട്. ആ സാക്ഷികളുടെ പ്രത്യേകത കൂലി കൊടുത്തു കൊണ്ടുവരുന്ന സാക്ഷികളല്ല, കള്ളം പറയാത്ത സാക്ഷികൾ, നേരിൽ കേട്ടതും നേരിൽ കണ്ടതുമായ സാക്ഷികൾ. നമുക്ക് വായിക്കാം സങ്കീർത്തനം 50-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ആമേൻ. ആ വാക്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. തന്റെ ജനത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ, സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ, തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ആരെ ന്യായം വിധിക്കാനാ? തന്റെ ജനത്തെ ന്യായം വിധിക്കാൻ. 2 സാക്ഷികൾ, ദൈവത്തിന്റെ സൃഷ്ടിയായ 2 സാക്ഷികൾ. ഒന്ന് ആകാശം, മറ്റൊന്ന് ഭൂമി. ഈ 2 സാക്ഷികൾ എന്തിനു വേണ്ടി കടന്നു വരുന്നു? എന്തിനു വേണ്ടിയാണ് ഈ ആകാശത്തെ വിളിക്കുന്നത്? നോക്കണേ, നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മുടെ ചലനങ്ങൾ ഫോട്ടോ എടുക്കാൻ, നമ്മളറിയാം, ഫോട്ടോ എടുക്കാൻ റെഡി എന്ന് പറഞ്ഞാൽ 1 2 3 എന്ന് പറഞ്ഞാൽ നാം അതിനു വേണ്ടി പോസ്റ്റ് ചെയ്ത് നിൽക്കും. ഒരിക്കലും ചിരിക്കാത്ത വ്യക്തിയും അന്ന് പല്ല് പുറത്ത് കാണിച്ച് ചിരിക്കും. കാരണം നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുക, നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കും. നമ്മളിപ്പം നമ്മുടെ നാട്ടിലെ ചിന്തയിലേക്ക് പോയാൽ, വയലിൽ കിളച്ചുകൊണ്ട് നിൽക്കുന്ന ജോലിക്കാരനോട് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ പറയും, ഒന്ന് നിന്നേ, ഞാനൊന്ന് ഒരുങ്ങിക്കോട്ടെ. ഓടിപ്പോയി മുഖം കഴുകുന്നു, തലയിൽ കെട്ടിയിരുന്ന തോർത്തെടുത്ത് മുഖം തുടയ്ക്കുന്നു, കൈകൊണ്ട് തലമുടി ഒതുക്കുന്നു, പിന്നെ ചിരിച്ചോണ്ട് ഒരൊറ്റ പോസ് ചെയ്ത് ഒരൊറ്റ നിൽപ്പ. പക്ഷേ
നമ്മെ തമ്പുരാൻ എന്നേ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. നമ്മുടെ ഓരോ ചലനവും ആകാശം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു സാക്ഷി. ഇനി രണ്ടാമത്തെ സാക്ഷിയാണ് ഭൂമി. ഭൂമിയെ ദൈവം എന്തിനാ വിളിക്കുന്നത് സാക്ഷിയായിട്ട്? നമുക്ക് വായിക്കാം യെശയ്യാ പ്രവചനം. യെശയ്യാ പ്രവചനം 29-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 29:4 നിലത്തു നിന്ന് സംസാരിക്കും, നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും. വെളിച്ചപ്പാടിൻ്റെതുപോലെ നിന്റെ ഒച്ച നിലത്തു നിന്ന് വരും, നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് ചിലയ്ക്കും. നോക്കണേ, നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറയാം, നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും, എണീറ്റ് വരുമെന്ന്. ഭൂമിയിലെ പൊടിയിൽ നിന്ന് നമ്മൾ പറഞ്ഞ വാക്കുകൾ പതുക്കെ എണീറ്റ് വരും. നമുക്കത് കാണാൻ പറ്റില്ല. വെളിച്ചപ്പാടിൻ്റെതുപോലെ നിന്റെ ഒച്ച നിലത്ത് നിന്ന് വരും. നമ്മൾ വിചാരിക്കും നമ്മൾ നിന്ന് പറഞ്ഞത് ആരും കേട്ടില്ല, ഇങ്ങും അങ്ങും ആരും ഇല്ലായിരുന്നു, ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല, നമ്മൾ ഫോണിൽ കൂടെയും പറഞ്ഞില്ല, ഒന്നുമില്ല. ആരുമില്ലാത്ത ഒരു വിജന സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞാണെന്ന് വിചാരിച്ചാലും ഇവിടെ ഭൂമിയെ സാക്ഷ്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ വചനം പറയുന്നു, ആ വാക്കുകൾ ഭൂമിയിലെ പൊടിയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് വരും. വെളിച്ചപ്പാടിൻ്റെതുപോലെ നിന്റെ ഒച്ച നിലത്ത് നിന്ന് വരും, നിന്റെ വാക്കുകൾ പൊടിയിൽ നിന്ന് ചെലയ്ക്കും. സൂക്ഷിക്കണം. നമ്മൾ നിന്ന് പറഞ്ഞതും ഇരുന്ന് പറഞ്ഞതും കിടന്നു പറഞ്ഞതും ഫോണിൽ കൂടെ പറഞ്ഞതും എല്ലാം അന്ന് വെളിച്ചത്ത് കൊണ്ടുവരും. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നമ്മുടെ വാക്കുകൾ പൊടിയിൽ നിന്നും പതുക്കെ കയറി വരും. ഈ ഭൂമി ടേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിക്ക് മാഗ്നറ്റിക് പവർ ഉണ്ടെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. എങ്ങനെ അറിയാം? പെട്ടെന്ന് പറയാം. നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ റേഡിയോ, പണ്ട് കാലത്ത് ഇലക്ട്രിസിറ്റി ഒക്കെ ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരുപക്ഷെ ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന റേഡിയോ ഉണ്ടായിരുന്നിരിക്കാം. ആ റേഡിയോ നമ്മുടെ വീട്ടിനകത്ത് ഒരു മുറിക്കകത്ത് ഈ ബാറ്ററി ഇട്ട്, വേറെ കണക്ഷൻ ഒന്നുമില്ല. ആ റേഡിയോ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഈ റേഡിയോ, ഈ നമ്മുടെ ഇരിക്കുന്ന ആ എന്താ പറയുന്നേ, റേഡിയോ അത് വേറെ എങ്ങും കണക്ട് ചെയ്തിട്ടില്ല. അതിൽ നമ്മൾ 2 ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി 2 ബാറ്ററി ഇട്ടിട്ടുള്ളൂ. പക്ഷേ ആ റേഡിയോയിൽ കൂടെ പാട്ട് കേൾക്കുന്നു, ന്യൂസ് വായിക്കുന്നു, മറ്റു കാര്യങ്ങൾ കേൾക്കുന്നു, ഇതൊക്കെ വരുന്നു. അതിൽ നിന്നും മൈലുകൾ അകലത്തിലുള്ള റേഡിയോ നിലയത്തിൽ നിന്ന് പറയുന്ന വാക്കുകൾ ഈ റേഡിയോയിലൂടെ നമ്മൾ കേൾക്കുക. കാരണം ഭൂമിക്ക് മാഗ്നറ്റിക് പവർ ഉണ്ട്. ഈ റേഡിയോ നിലയത്തിൽ നിന്നും പറയുന്ന വാക്കുകൾ അത് അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുകയാണ്, പമ്പ് ചെയ്ത് പോവുക, അന്തരീക്ഷത്തിലേക്ക് പോവുക. റേഡിയോ നിലയത്തിൽ വളരെ ഉയരത്തിൽ നമ്മുടെ സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ ഒരു വലിയൊരു കമ്പ് പോലെ വെച്ച് കെട്ടി ആകാശത്തേക്ക് ഉയർന്ന ഒരു കമ്പ് പോലെ നിൽക്കുന്ന, അതിലൂടെ ഈ ശബ്ദ തരംഗത്തെ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. ആ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഈ ശബ്ദ തരംഗം ബാറ്ററി വെച്ച് പ്രവർത്തിക്കുന്ന റേഡിയോ ആയാലും അതിൻ്റെ നോബ് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ നമ്മൾ തിരിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ കിടക്കുന്ന വാക്കുകളെ ഈ റേഡിയോ കാന്തിക ആകർഷണത്താൽ ഈ കൊച്ചു പെട്ടിക്കകത്തുകൂടെ മൈലുകൾ ദൂരത്തിലിരുന്നു കൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ്. അപ്പൊ നമുക്ക് വേണേ പറയാം, ഞാൻ അടച്ചിട്ടിരുന്ന വീട്ടിനകത്തിരുന്നു കൊണ്ടാ പറഞ്ഞത്, അതുകൊണ്ട് ആകാശം അത് കണ്ടില്ല, ഭൂമിയും അത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സാക്ഷികളെ നമുക്ക് നോക്കാം. ആരാ അടുത്ത സാക്ഷികൾ? വായിക്കാം ഹബക്കൂക്കിന്റെ പ്രവചനം. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഹബക്കൂക്ക് 2:11.
ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. കേട്ടോ കേട്ടോ, ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞു കേട്ടോ. പെരയ്ക്കകത്തിരുന്ന് ആരുമില്ലാതിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ വാക്കുകൾ നമ്മുടെ വീട് കെട്ടാൻ ഉപയോഗിച്ച കല്ല് നിലവിളിച്ച് പറയുമെന്ന്. ചുവരിലിരിക്കുന്ന കല്ല്, ആ കല്ല് നിലവിളിക്കും. മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കിയ ജനല്, അതുപോലെ കതകിന്റെ ഒക്കെ കട്ടളപ്പടി അല്ലെങ്കിൽ തുലാം, അത് ഉത്തരം പറയും ദൈവത്തിന്റെ മുമ്പാകെ, സാക്ഷ്യം പറയും. അപ്പോ നമ്മുടെ വാക്കുകളെ കല്ല് നിലവിളിച്ച് പറയും, മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയും. നോക്കണേ, മുറിക്കകത്തെ ചുവരിലെ കല്ലുകളെ ദൈവം സാക്ഷിയാക്കുക. മുറിക്കകത്തെ മരപ്പണിയെ, അല്ലെങ്കിൽ കതകും ജനലും മേശയുണ്ടെങ്കിൽ മേശയും സ്റ്റൂളും ഇതൊക്കെ കയറി ദൈവത്തിന്റെ മുമ്പാകെ സാക്ഷ്യം പറയാൻ ചെല്ലുമെന്ന് നമുക്കെതിരെ. നോക്കണേ, കുറഞ്ഞത് 4 സാക്ഷികൾ നമ്മുടെ വാക്കുകൾക്കെതിരെ സാക്ഷ്യം പറയും. ആകാശം, ഭൂമി, കല്ല്, മരപ്പണി, ഇതൊക്കെ നമുക്കെതിരെ സാക്ഷ്യം പറയും. നമ്മുടെ നാവിനെതിരെ സാക്ഷ്യം പറയുമെന്ന്. സൂക്ഷിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തത്, ഈ വാക്കുകൾക്കുള്ള ശിക്ഷ എന്തുവാ? നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആമേൻ. നോക്കെ, ഇവിടെ മത്തായി സുവിശേഷം 5:22 കർത്താവിന്റെ വാക്കുകളാണെന്ന് ഓർക്കണം. അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് പറയുക, ഞാൻ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. നിസ്സാര എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് വെച്ചാൽ നിസ്സാരന് എന്ന് എണ്ണുക എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട, അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് വിലയിരുത്താതെ നിസ്സാരമായി ഗണിച്ചുകൊണ്ട് നിസ്സാരമായി പറയുന്ന വാക്കുകൾ. അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടോ? നാവിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ? നിസ്സാരനെന്ന് ഗണിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന വാക്കുകൾ, ഉപയോഗിക്കുന്ന വാക്കുകൾ, അത് ന്യായാധിപ സഭയുടെ മുൻപാകെ നമ്മളെ നിർത്തുന്നു. അടുത്തു പറയുന്നു, മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. പെന്തക്കോസ്ത് വിശ്വാസിയാ, അഭിഷേകം പ്രാപിച്ചതാ, അന്യഭാഷ പറയാൻ തുടങ്ങിയാൽ 2-3 മണിക്കൂർ നിർത്താതെ പറയാൻ പറ്റും. സഹോദരനെ വിളിച്ചത് എന്തുവാ? മൂഢ. കൂട്ട സഹോദരിയെ വിളിച്ചത് എന്തുവാ? മൂഢ. ഈ ശബ്ദം കേൾക്കുന്നവരെ നാം പുറകോട്ടിറങ്ങി നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം അറിയണം, ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ മറന്നുപോയിരിക്കും. എന്നാൽ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും, നമ്മുടെ ഓരോ വാക്കും സർവശക്തൻ തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? നമുക്കൊരു വാക്യം വായിക്കാം. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. മലാഖി 3:16. മലാഖി 3:16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. നോക്കണേ, ഇവിടെ നമ്മൾ കാണുന്നത് യഹോവയുടെ മുൻപാകെ ഒരു സ്മരണയുടെ പുസ്തകം. ആ പുസ്തകത്തിൽ യഹോവ കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്ന ഒരു ദൈവം. നോക്കണേ, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്കുകളും അതാത് സമയത്ത് സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുൻപാകെ നിൽക്കുമ്പോൾ പുസ്തകം തുറന്നു വച്ചിട്ട് ഓരോ വാക്കുകളെടുത്ത് വായിച്ച് കേൾപ്പിച്ചിട്ട് നമ്മെ ന്യായം വിധിക്കുവാനിടയായി തീരും എന്ന് സാരം. വേറെ ഒരു കുറ്റവും ചെയ്തില്ല. നമ്മൾ ലോകപ്രകാരമുള്ള മറ്റ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു വാക്ക്, കൂട്ട സഹോദരനെ വിളിച്ച വാക്ക് മൂട, വാക്കുകളിലെ പാപങ്ങളുടെ അനന്തര ഫലം നിത്യ തീപ്പൊയ്കയ്ക്ക് നമ്മളെ ഓഹരിക്കാരാക്കി തീർക്കുവാനിടയാകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇനി ഈ വാക്കുകളുടെ പാപം നിമിത്തം നമ്മുടെ ഭൗതിക നന്മകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമുക്കൊരു വാക്യം എടുക്കണം. സഭാപ്രസംഗിയുടെ പുസ്തകം, സഭാപ്രസംഗികൾ 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അവിടെ സഭാപ്രസംഗിയിലൂടെ പറയുകയാണ്, നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. ശരീരത്തിലെ ഒരു കുഞ്ഞ് അവയവമാണ്, പക്ഷെ നമ്മുടെ ഹോൾ ബോഡിക്ക് അത് പാപകാരണമായി തീരും. അന്നേരം നമ്മൾ ദൂതന്റെ മുമ്പിൽ ചെന്നിട്ട് അയ്യോ അബദ്ധവശാ വന്നുപോയി എന്ന് പറയാമെന്ന് വിചാരിച്ചാൽ പണി നടക്കത്തില്ലെന്ന് അവിടെ പറയുക. അവിടെ പറയുക, ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ചിട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞാൽ അധ്വാന ഫലം നശിപ്പിക്കുന്നത് എന്തിന്, അല്ലെങ്കിൽ ഭൗമിക നന്മകൾ വരണ്ടു പോകാൻ കാരണമായി തീരുന്നത് എന്തിന്? നമ്മൾ നോക്കിയേ, പല വീടുകളിലും അധ്വാനിച്ചിട്ടും ഒരു മേൽഗതിയും ഉണ്ടാകുന്നില്ല. രാവും പകലും അധ്വാനമാണ്. കടഭാരം തീർന്നിട്ട് നേരമില്ല, കഷ്ടം മാറിയിട്ട് സമയമില്ല, ജെരുക്കവും കഷ്ടതയും വിട്ടുമാറുന്നില്ല, തൊടുന്നതിലെല്ലാം പരാജയം. നമ്മൾ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ അമ്മേ? നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? ആമേൻ. കേട്ടോ, ആ വാക്യം വീണ്ടും കേട്ടല്ലോ. ദേഷ്യം വരുമ്പോ ചിലർക്ക് കണ്ണ് കാണത്തില്ല. നമ്മൾ പറയാമല്ലോ, ദേഷ്യം വന്നാൽ കണ്ണ് കാണത്തില്ലെന്ന്. അത് ആ പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥത്തിൽ അത് ശരിയല്ല. ദേഷ്യം വന്നാലും കണ്ണ് കാണും. പക്ഷേ ആ കൊടുത്തിരിക്കുന്ന ആ പ്രയോഗം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ദേഷ്യം വരും എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ പറയും, ഞാനൊന്നും ഓർത്തില്ല, കോപം വന്നപ്പോ ഞാനങ്ങ് പറഞ്ഞു പോയതാ. നമുക്ക് കൂട്ടു സഹോദരങ്ങളോട് അത് പറയാം, ഈ ഭൂമിയിൽ അത് പറയാം, ലോക കോടതിയിലും വേണമെങ്കിൽ ചിലപ്പോൾ അത് പറയാമായിരിക്കും. പക്ഷെ ദൂതന്റെ സന്നിധിയിൽ നമ്മുടെ മുമ്പിൽ ഒരു ദൂതൻ നിൽപ്പുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഒരു ദൂതനുണ്ട്. നമ്മുടെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം നാം ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാക്കുന്നതും ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതും നമ്മൾ തന്നെയാണ്. പല ഭവനങ്ങളിലും ദൈവ സാന്നിധ്യം നഷ്ടമായിട്ട് സാത്താൻ തന്റെ സിംഹാസനം അവിടെ ഇട്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. വീട്ടിലൊരു ദൈവ സാന്നിധ്യമില്ല, രക്ഷിക്കപ്പെട്ടവർ ജീവിക്കുന്ന ഒരു വീടാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തതായ ഒരവസ്ഥ. ഈ പ്രഭാതത്തിൽ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടോ? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ, നിങ്ങളുടെ കിടപ്പുമുറിയിൽ, നിങ്ങളുടെ ലിവിംഗ് റൂമിൽ ദൈവ സാന്നിധ്യം, നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവ സാന്നിധ്യം. ഒന്നാമത്, നമ്മുടെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ഭവനം വിശുദ്ധമായിരിക്കണം. ദൈവം തന്ന വീടാണ്. ആ വീട്ടിൽ കൃപ വിട്ടൊരു വാക്ക് ആ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മെ തന്നെ തിരിഞ്ഞു നോക്കിയേ, കൃപ വിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ നമ്മുടെ ഭവനത്തിൽ? ഭർത്താവ് ഭാര്യയുടെ നേരെ,
ഭാര്യ ഭർത്താവിന്റെ നേരെ കോപിച്ച് എന്തെല്ലാം പ്രവർത്തിച്ചു? കോപം കൊണ്ട് പല്ല് കടിച്ചു, ചിലർ മുഷ്ടി ചുരുട്ടി, ചിലർ ചീത്ത വാക്കുകൾ ഭാര്യയുടെ നേരെ ഉപയോഗിച്ചു, ചിലർ ചീത്ത വാക്കുകൾ ഭർത്താവിന്റെ നേരെ ഉപയോഗിച്ചു. അപ്പോൾ നടക്കുന്ന ഒരു കാര്യം, ദൈവ സാന്നിധ്യം നമ്മുടെ വീടിനെ വിട്ടു പോകുന്നു എന്ന് നമ്മൾ അറിയണം. കാരണം ദൈവ സാന്നിധ്യത്തിന് അന്നേരോടെ നിൽക്കാൻ പറ്റില്ല. നാം പറയുന്ന ആ വാക്കുകൾ, അന്യോന്യം പ്രയോഗിക്കുന്ന വാക്കുകളും പ്രവൃത്തിയും ഭവനത്തിനകത്ത് നിൽക്കുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. അത് വീട് വിട്ടു പോകും. അത് നമ്മൾ അറിയണം. 2, ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം. 3, പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, ക്രമവിരുദ്ധമായി പണം നമ്മുടെ വീട്ടിൽ കയറാൻ അനുവദിക്കരുത്. അനീതിയുടെ കൂലി നമ്മുടെ അതിർക്കകത്ത് പ്രവേശിക്കാനിടരുത്. അന്യായ ലാഭം, കൊള്ള ലാഭം, പ്രമാണം വിട്ടുണ്ടാക്കിയ പണം നമ്മുടെ അതിരിനകത്ത് കയറാൻ നമ്മൾ അനുവദിക്കരുത്. ഒരുപക്ഷെ അതിൽ നിന്ന് നല്ല ഒരു സംഖ്യ എടുത്ത് പാസ്റ്റർക്കോ സഭയ്ക്കോ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ പാവങ്ങൾക്കോ ഒക്കെ കൊടുത്തെന്നിരിക്കും. പക്ഷേ അത് നമുക്ക് ന്യായവിധിയാണെന്ന് ഓർക്കണം. നമ്മുടെ തലമുറയ്ക്ക് അത് ശാപമായി തീരാൻ സാധ്യതയേറെയാണ്. ദൈവം പ്രസാദിക്കാത്ത പണം നമ്മുടെ വീട്ടിൽ കയറരുത്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കരുത്. അതുകൊണ്ട് നമ്മൾ വീട് പണിയരുത്. അതുകൊണ്ട് നമ്മൾ വസ്ത്രം വാങ്ങരുത്. അതുകൊണ്ട് നമ്മൾ കാറ് വാങ്ങരുത്. അത് നമുക്ക് ന്യായവിധിയാകാൻ സാധ്യതയേറെയാണ്. ഈ മറ്റുള്ളവരെ, കമ്പനികളെ ഒക്കെ ആവശ്യമില്ലാതെ സൂ ചെയ്ത് പണമുണ്ടാക്കുന്ന പ്രവൃത്തി നമ്മൾ നിർത്തിയേക്കണം. അത് നന്മയ്ക്കല്ല, അത് തിന്മയ്ക്ക് കാരണമായി തീരും. നമുക്കറിയാം, ഈ രാജ്യത്ത് ആരെങ്കിലും കാർ വന്ന് ബമ്പറിലൊന്ന് സ്ക്രാച്ച് ചെയ്താൽ സൂ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ നമ്മളെ വിളിച്ചിറക്കിക്കുന്ന അതിനല്ല. നമുക്കറിയാം, നമുക്ക് ബമ്പറിന് വന്ന കേട് ഒരുപക്ഷെ $500 പണിയായിരിക്കാം, ഒരുപക്ഷെ $1000 പണിയായിരിക്കാം. അതിന് പകരം $100,000 $50,000 നമ്മൾ സൂ ചെയ്ത് $10,000 അവരുടെ നിന്ന് വാങ്ങിച്ച്, എനിക്ക് വന്ന് മുട്ടിയപ്പോതോ എനിക്ക് ശരീരത്തിന് വേദനയായി എന്ന് പറഞ്ഞ് നമ്മൾ സൂ ചെയ്ത് കാശ് വാങ്ങിച്ചാൽ അത് നന്മയ്ക്കല്ല, അത് തിന്മയ്ക്ക് കാരണമായി തീരാൻ സാധ്യതയേറെയാണ്. നമ്മൾ കബളിപ്പിച്ചെടുക്കുന്ന പണമാണത്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ, ന്യായവിരുദ്ധമായി യാതൊന്നും എൻ്റെ വീട്ടിലില്ല. ദൈവം നമുക്ക് തരുന്ന പണത്തെക്കുറിച്ച് നമ്മൾക്ക് ഭയമുണ്ടായിരിക്കണം. ഭവനത്തിനകത്ത് ഒരു കഷ്ടത വന്നാൽ, ഒരു പ്രയാസം വന്നാൽ നമ്മൾ ഇരുന്ന് ചിന്തിക്കണം, എന്തുകൊണ്ടങ്ങനെ ഉണ്ടായി. ഒരു നഷ്ടം വന്നാൽ ഇരുന്ന് ചിന്തിക്കണം, എന്തുകൊണ്ടങ്ങനെ വന്നു, ഏതു വഴി അത് വന്നു. ഒരിക്കൽ ഒരു പാല് കച്ചവടക്കാരൻ പറഞ്ഞു, വെള്ളത്തിൽ കിട്ടിയത് വെള്ളത്തിൽ പോയി എന്ന്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. ആ കഥ പറയുന്നത് എങ്ങനെയാണ്? പാല് കൊടുത്ത പൈസയും വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരികയായിരുന്നു. നല്ല മഴയുള്ള ദിവസം. വരുന്ന വഴിക്ക് ഒരു തടിപ്പാലം കടന്നു വേണം ഈ പാലുകാരന് പോകാൻ. കുത്തൊഴിഞ്ഞു പോകുന്ന ഒരു തോട്. പാലത്തിൽ കയറിയപ്പോ നല്ല കാറ്റ്. പോക്കറ്റിൽ കിടപ്പുണ്ടായിരുന്ന പാല് വിറ്റ പണം കാറ്റടിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന കുടയും പാൽപാത്രവും ഈ പാൽക്കാരനും കൂടെ വെള്ളത്തിൽ വീണു. തപ്പിപ്പിടിച്ച് എഴുന്നേറ്റ് നീന്തി കര കയറിയപ്പോ വെള്ളത്തിൽ പോയി. പുള്ളിക്കാരൻ അന്നേരം ആശ്വസിച്ചെന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇത് വെള്ളത്തിൽ കിട്ടിയതാ, അത് വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞാൽ 100% പാലിന് പകരം പകുതി പാലും പകുതി വെള്ളവും. വെള്ളത്തിൽ കിട്ടിയത് വെള്ളത്തിൽ പോകും. വെള്ളത്തിൽ പോകുന്നെങ്കിൽ ചിന്തിച്ചോണം, ഇത് വെള്ളത്തിൽ നിന്ന് വന്നതാണോ എന്ന് ചിന്തിക്കണം. അനീതിയുടെ കൂലി വീട്ടിനകത്ത് പ്രവേശിക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. ജോലി ചെയ്ത് പണം വാങ്ങുമ്പോ, ഏതെങ്കിലും പണം കയ്യിൽ വാങ്ങുമ്പോ മനസാക്ഷി പറയണം, ഇത് നീതിയുടെ പണമാണെന്ന്. മനസാക്ഷി പറയണം, ഇത് നിർമ്മലമായ പണമാണെന്ന്.
മനസാക്ഷി നമ്മോട് തന്നെ പറയണം ഇത് ന്യായമായ പണമാണെന്ന്. മനസാക്ഷി പറയണം ഇത് ദൈവത്തിന് പ്രസാദമായ പണമാണെന്ന്. ദൈവസാന്നിധ്യം ഭവനത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ സൂക്ഷിച്ചോളണം. ദൈവസാന്നിധ്യത്തെ നമ്മുടെ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന ദൂതന്റെ മുൻപിൽ പറയാൻ നമുക്ക് ആർക്കും ഇടയായി തീരാതിരിക്കട്ടെ. അടുത്തത്, ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നിമിത്തം ദൈവം കോപിച്ചിട്ട് നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നു. നമ്മുടെ വാക്ക് നിമിത്തം കോപിച്ചിട്ട് നമ്മുടെ കൈകളുടെ പ്രവൃത്തിയിൽ വരൾച്ച, ജീവിതത്തിൽ ഒരു മേൽഗതിയും ഇല്ലാതെ എന്നും കടഭാരം, എന്നും ഞെരുക്കം. നമുക്കൊരു വാക്യം എടുക്കണം. 2 ശമൂവേലിന്റെ പുസ്തകം. വാക്യം എടുക്കണ്ട, ഞാൻ കാര്യം പറഞ്ഞു പോവാ, സോറി. ഈ 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ ദാവീദിന്റെ കാലത്ത് ഒരിക്കൽ ദേശത്ത് അടിക്കടി 3 വർഷത്തെ ക്ഷാമം ഉണ്ടായി. ഇപ്പൊ നിങ്ങൾ പലർക്കും അത് ഓർമ്മയുണ്ടാവും ഞാൻ പറയുന്നത് എന്താണെന്ന്. ഈ 3 വർഷം അടിക്കടി ക്ഷാമം ഉണ്ടായപ്പോ ദാവീദ് ചോദിച്ചു, യഹോവയുടെ എന്തുകൊണ്ട് ദൈവമേ ഇങ്ങനെ ഉണ്ടാകുന്നു? ഈ അടിക്കടി എന്തുകൊണ്ട് ക്ഷാമം ഉണ്ടാകുന്നു? 1 വർഷം ക്ഷാമം, 2-ാമത്തെ വർഷം ക്ഷാമം, 3-ാമത്തെ വർഷവും ക്ഷാമം. ദാവീദ് ദൈവത്തിന്റെ സന്നിധി വന്ന് മുട്ടുമടക്കി എന്നിട്ട് ദൈവത്തോട് ചോദിക്കൂ, എന്തുകൊണ്ട് ദൈവമേ എനിക്കിങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം വരുന്നുണ്ടെങ്കിൽ നമ്മൾ അകത്ത് കയറി നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ മനസ്സ് പകർന്ന് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ? അധികം ധനികനാകേണ്ട എനിക്ക് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരൾച്ച? എൻ്റെ ഭൗമിക ജീവിതത്തിൽ എന്തുകൊണ്ട് വരൾച്ച? ദൈവത്തോട് ചോദിക്കണം. ആ ദൈവത്തോട് ചോദിക്കേണ്ടതിന് പകരം പോയി പ്രവാചകനോട് ചോദിച്ചാൽ പണി നടക്കത്തില്ല, പാസ്റ്ററോട് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. ദൈവത്തോട് ചോദിക്കാനുള്ളവനോട് ചോദിക്കണം. ദൈവം മറുപടി തരും. വചനത്തിലൂടെ ദൈവം മറുപടി തരും. എന്തുകൊണ്ട് എൻ്റെ കടഭാരം മാറുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ഗതി ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുന്നു? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അനാത്മീകരായി പോകുന്നു? ദൈവത്തോട് ചോദിക്കുക. ഈ പ്രഭാതത്തിൽ ദൈവം ഉത്തരം തരും. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കും, ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി? കർത്താവ് മറുപടി തരും. നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. ആ മറുപടി തരുമ്പോ എന്തോ ആ മറുപടി? ദാവീദിന് കൊടുത്ത മറുപടി, രക്തപാതകം നിന്റെ വീട്ടിൽ കിടക്കുന്നു, അതിന് നീ പ്രായശ്ചിത്തം വരുത്താത്തിടത്തോളം നിന്റെ വരൾച്ച മാറുകയില്ല. ഇതാ ദാവീദിന് കിട്ടിയ മറുപടി. രക്തപാതകം ദാവീദിന്റെ ഭവനത്തിൽ നിൽക്കുക. അതുകൊണ്ട് അടിക്കടി ദേശത്ത് ക്ഷാമമുണ്ടായി. ഓടി നടന്ന് അധ്വാനിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിക്കണം, എന്താ എൻ്റെ കൈകളുടെ പ്രവൃത്തി സാധ്യമാകാതെ ഇരിക്കുന്നത്? എന്തുകൊണ്ട് എൻ്റെ കൈകളുടെ പ്രവൃത്തിയിൽ വരൾച്ച ഉണ്ടാകുന്നു? ദൈവത്തോട് ചോദിക്കാൻ പറ്റുമോ ഈ പ്രഭാതത്തിൽ? കർത്താവേ, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഈ വരൾച്ച സംഭവിക്കുന്നത്? അപ്പോ ദൈവം പറയും, മകനെ മകളെ, നീ പുറകോട്ടിറങ്ങി ചിന്തിക്കൂ. നീ വാക്കുകൊണ്ട് പാപം ചെയ്തു. നിന്റെ വാക്കുകൾ പലതും പാപകാരണമായി. അതിനാൽ ഞാൻ കോപിച്ചിട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തിയിൽ വരൾച്ച അയച്ചിരിക്കുന്നു എന്ന് ദൈവം പറയാനിടയാവും. നാം മാനസാന്തരപ്പെടാനുള്ള കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രാരംഭത്തിൽ വായിച്ച കുറുവാക്യത്തിലേക്ക് മടങ്ങി വന്നാൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കുറുവാക്യം വായിച്ചത്, പ്രവാചകൻ ദൈവസന്നിധി നിൽക്കുമ്പോൾ ഇപ്രകാരം വിലപിക്കുകയാണ്. ഇതെല്ലാം ജീവിതത്തിലുണ്ടെങ്കിലും ഇതെല്ലാം തന്നെത്താൻ
ബോധ്യമാകുന്നതാണ് ഈ അനുഗ്രഹം. പ്രവാചകനായ യെശയ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതായി കാണുമ്പോൾ യെശയ്യാവ് ഇപ്രകാരം പറയുകയാണ്, എന്റെ അവസ്ഥയെക്കുറിച്ച്, അയ്യോ ഞാൻ നശിച്ചു. തന്റെ പാപം എന്തുവായിരുന്നു? പ്രവാചകൻ തന്നെ പറയുക, അശുദ്ധ അധരമുള്ള മനുഷ്യൻ. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുന്നത്, അശുദ്ധ അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ ഞാൻ പാർക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുപോയല്ലോ. വിലപിക്കുകയാണ്. ഈ പാപം മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമത് ഉസ്സിയാവ് മരിക്കണം. പലർക്കും ജീവിതത്തിൽ വന്നിട്ടുള്ള വാക്കുകളിലെ പാപം പാപമായി ഇന്നും തോന്നിയിട്ടില്ല. നോക്കണേ, യെശയ്യാ പ്രവചനം 1-ാം അധ്യായം തുടങ്ങി 5-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ പ്രവാചകൻ പറയുന്നത് മൊത്തം അവർക്കയ്യോ കഷ്ടം, ഇവർക്കയ്യോ കഷ്ടം, അവർക്കയ്യോ കഷ്ടം, ഇവർക്കയ്യോ കഷ്ടം. തന്റെ കഷ്ടത്തിന്റെ നിലവാരത്തെ കാണാൻ പ്രവാചകന് കഴിഞ്ഞില്ല. ഇന്ന് പലർക്കും പറ്റിയിരിക്കുന്ന തോൽവി അതാണ്. വർഗീസിന് അയ്യോ കഷ്ടം, മാത്യൂസിന് അയ്യോ കഷ്ടം, സൂസമ്മയ്ക്ക് അയ്യോ കഷ്ടം, ശോശാമ്മയ്ക്ക് അയ്യോ കഷ്ടം, ഡെയ്സിക്ക് അയ്യോ കഷ്ടം. ഈ പറയുന്ന ആളിന്റെ കഷ്ടം കാണുവാൻ ഇന്ന് വരെ കണ്ണ് തുറന്നിട്ടില്ല. മറ്റുള്ളവരുടെ കഷ്ടത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നതല്ലാതെ സ്വന്തം ജീവിതത്തെ കണ്ടുണരുവാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കണ്ടുണരണമെങ്കിൽ ദൈവം മുമ്പാകെ നമ്മൾ നിൽക്കണം. പരിശുദ്ധ ദൈവത്തെ കാണുമ്പോൾ ജീവിതത്തിന്റെ നിലവാരം നമുക്ക് ബോധ്യമാകും. വിശുദ്ധ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, അയ്യോ ഞാൻ നശിച്ചു. തന്റെ പാപം എന്തുവാ? ഞാൻ അശുദ്ധ അധരമുള്ള മനുഷ്യൻ. അതാണ് തന്റെ പാപം. തന്റെ നാവ് കൊണ്ട് താൻ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രവാചകൻ പറയാം, അയ്യോ ഞാൻ നശിച്ചു. പ്രവാചകൻ സമ്മതിച്ചു തന്റെ പാപത്തെ. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് പറയാമോ, ഇന്ന് ദൈവസന്നിധി നെഞ്ചത്തോട് കൈവച്ച് പറയണം, ഞാൻ അശുദ്ധ അധരമുള്ള മനുഷ്യൻ. ഏറ്റുപറയണം കർത്താവിനോട്. അടുത്തത്, അശുദ്ധ അധരങ്ങളുള്ളവരുടെ നടുവിൽ. രണ്ട് പാപങ്ങൾ നമ്മൾ അവിടെ കാണുന്നു. ഒന്ന്, അശുദ്ധ അധരമുള്ളവൻ മാത്രമല്ല, പാർക്കുന്നത് എവിടെയാ? അശുദ്ധ അധരങ്ങളുള്ളവരുടെ നടുവിൽ. കൂട്ടുകാരാരാ? ആരുടെ നടുവിലാ നമ്മുടെ സംസാരം? നമുക്ക് വിലയിരുത്താമോ? അശുദ്ധ അധരങ്ങളുള്ളവരുടെ നടുവിൽ. അവിടെയാണ് നമ്മുടെ വാസം. ജീവിതത്തിന്റെ അവസ്ഥ കണ്ട് നമ്മൾ വിലപിക്കണം. ഉടനെ പ്രവാചകൻ തന്റെ നിലവാരത്തെ കണ്ടു. ദൈവസന്നിധിയിൽ അനുദപിക്കുമ്പോ ഒരു ദൈവദൂതൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു കനലെടുത്തുകൊണ്ട് വന്ന് എവിടെയാ തൊട്ടത്? ഓർമ്മയുണ്ടോ? വായ്ക്ക് തൊടുവിച്ചു. പ്രവാചകന്റെ യെശയ്യാവിന്റെ വായ്ക്കല്ലെങ്കിൽ നാവിൽ തൊടുവിച്ചു. അവന്റെ അധരങ്ങളെ തൊട്ടു. എന്നിട്ട് പറയുന്നത്, നിന്റെ പാപങ്ങളെ ക്ഷമിച്ചു തന്നിരിക്കുന്നു, നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് മാറിയിരിക്കുന്നു. നമുക്ക് യെശയ്യാ പ്രവചനം ആ വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അവന്റെ വായ്ക്ക് തൊടുവിച്ചു, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഈ പ്രഭാതത്തിൽ ഈ തീക്കനൽ നമ്മുടെ നാവിൽ തൊട്ടാൽ നമ്മുടെ പാപത്തിന് പരിഹാരമുണ്ടാകും, അകൃത്യം നീങ്ങും. എവിടെയാ തൊടേണ്ടത്? പാപം ഇപ്പോൾ നാവിൽ ഇരിക്കുന്നത് കൊണ്ട് നാവിൽ തൊടേണ്ടിയിരിക്കുന്നു. ഈ തീക്കനൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ഇപ്രകാരം പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട നാവിന്റെ 1-2 വിശേഷതകളിലൂടെ നമുക്ക് ചിന്തിക്കണം. നമുക്ക് സദൃശവാക്യത്തിലേക്ക് പോകാം. 16-ാം അധ്യായം. സദൃശവാക്യം 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ.
നോക്കണേ, ഈ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട നാവിൽ നിന്ന് വരുന്ന വാക്കുകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന ഇമ്പമുള്ള വാക്കുകൾ. എന്നിട്ട് പറയുക, ആ ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, അത് മനസ്സിന് മധുരമാണ്. മാത്രമല്ല, ഉണങ്ങി വരുന്ന അസ്ഥികൾക്ക് ഔഷധമാണ് ഇമ്പമുള്ള വാക്ക്. നമ്മൾ ഉത്തമഗീതം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ പ്രിയേ, നിന്റെ നാവിൽ തേനും തേങ്കട്ടയും പൊഴിക്കുന്നു. പ്രിയ എന്ന് പറഞ്ഞാൽ ദൈവസഭ. നമ്മുടെ നാവ് എന്തുവാ പൊഴിക്കുന്നത്? തേനും തേങ്കട്ടയും ആണോ? ചിലരുടെ നാവിൽ നിന്ന് വരുന്ന തേങ്കട്ടയും തേനും കേൾക്കണമെങ്കിൽ വീട്ടിലോട്ട് കയറി ചെല്ലണം, അല്ലെങ്കിൽ സഭയുടെ കമ്മിറ്റിയിലോട്ട് കയറി ചെന്നാലും മതി. ഒഴുകുന്ന തേങ്കട്ട അന്നേരം നമുക്ക് കാണാം, നമുക്ക് കേൾക്കാം. പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട നാവിൽ നിന്ന്, അധരങ്ങളിൽ നിന്ന് ഇമ്പമുള്ള വാക്കുകൾ പുറപ്പെടുന്നു. അത് നാവിന് തേനും തേങ്കട്ടയുമാണ്. അതെന്തോ ഗുണം വരുത്തും, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവുമായി തീരുന്നു. നോക്കണേ, പല രോഗങ്ങളുടെയും ഔഷധം ഇവിടെ തന്നെ ഉണ്ട്. മരുന്ന് വാങ്ങാനും ഡോക്ടറെ കാണാനും പോകണ്ട എന്ന് സാരം. എന്താ കാരണം? ഇമ്പമുള്ള വാക്ക് ഔഷധം ആണ്. നമ്മുടെ വായ് ശരിയാകാതെ ഏത് ഡോക്ടറെ കാണിച്ചാലും പ്രയോജനമില്ല. വായിൽ നിന്ന് ഇമ്പമുള്ള വാക്കുകൾ പുറപ്പെട്ടാൽ സൗഖ്യം വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ സൗഖ്യം നമ്മുടെ വായിൽ നിന്നും ഇമ്പമുള്ള വാക്കുകൾ പുറപ്പെടുവാനിടയായി തീരട്ടെ. ഇനി സദൃശവാക്യം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും വായി. 15:4. നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനം. നോക്കി, ഇവിടെ സദൃശവാക്യത്തിൽ നമ്മൾ കാണുന്നത് നാവിന്റെ ശാന്തത ജീവവൃക്ഷം. ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാ ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കാൻ വേണ്ടി നിൽക്കുക. ആ നാവിന്റെ ശാന്തത എന്ന് പറയുന്നത് ജീവവൃക്ഷമാണ്, ശാന്തമായ നാവ്. എന്നാൽ അതിന്റെ വക്രതയോ, ഏതിന്റെ? നാവിന്റെ വക്രതയോ മനോവ്യസനം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മനസ്സിനെ വ്യസനിപ്പിക്കുന്നതാണ്. നമ്മുടെ മനസ്സിനെ വ്യസനിപ്പിച്ചാൽ നമ്മുടെ ശരീരത്തിന് അത് വ്യസനമായി തീരും. ശാന്തമായ നാവ് ജീവവൃക്ഷം. ശാന്തതയില്ലാത്ത നാവിന്റെ ഒരു വാക്കുകൊണ്ട് എത്രയെത്ര ജീവിതങ്ങൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ പ്രാരംഭത്തിൽ ചിന്തിച്ചതാ. എത്രയെത്ര ആത്മഹത്യകൾ ഒറ്റ വാക്ക് കാരണം. എത്രയെത്ര കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി ഒറ്റ വാക്ക് കാരണം. എത്രയെത്ര സഭകൾ ഛിന്ന ഭിന്നമായി ഒറ്റ വാക്ക് കാരണം. അതുമൂലം നടന്നിട്ടുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. ശാന്തതയില്ലാത്ത നാവ് മനോവ്യസനം. കാരണം എത്രയെത്ര പേര് അതുമൂലം മുറിവേറ്റിട്ടുണ്ട്. ഇനി സദൃശവാക്യം 21, ഞാൻ ഇച്ചിരി സ്പീഡിൽ പോവാ. 21-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. 21 വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നോക്കി, ഇവിടെ പറയുന്നത് പ്രാണനെ നമ്മൾ സൂക്ഷിക്കുക എന്നുവെച്ചാൽ നമ്മുടെ ജീവനെ നമ്മൾ സൂക്ഷിക്കുക. എങ്ങനെയാ നമ്മൾ സൂക്ഷിക്കുന്നത്? നാവ് കൊണ്ട്. എന്തുകൊണ്ടാ സൂക്ഷിക്കുന്നത്? നാവിനെ സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവൻ സൂക്ഷിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. പറഞ്ഞ ഒരു വാക്ക് കാരണം ആ വാക്ക് പറഞ്ഞവനെ തല്ലിക്കൊന്ന എത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വെടിവെച്ചു കൊന്ന എത്ര സംഭവങ്ങൾ, കുത്തിക്കൊന്ന എത്ര സംഭവങ്ങൾ. കാരണം നാവിൽ നിന്ന് വന്നുപോയ ഒരു വാക്ക് കാരണമാണ്. അതുകൊണ്ട് സദൃശവാക്യത്തിലൂടെ പറയുന്നു, വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. പക്ഷെ നാവിനെ സൂക്ഷിക്കാത്തതിനാൽ എത്രയെത്ര ജീവിതങ്ങൾ അന്യോന്യം തല്ലുകൂടി മരിച്ചിട്ടുണ്ട്. പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കണമെങ്കിൽ വായും നാവും നമ്മൾ സൂക്ഷിക്കണം.
ഇനി സദൃശവാക്യം 31:26. 31:26. അവൾ ജ്ഞാനത്തോടെ വായ് തുറക്കുന്നു, ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നു ജ്ഞാനത്തോടെ വായെ തുറന്നാൽ ആ വായിൽ നിന്ന് വരുന്ന ഉപദേശം ദയയുള്ളതായിരിക്കും. അപ്പൊ ഉപദേശം പറയാൻ ധാരാളം പേരെ കിട്ടും, ധാരാളം പേരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ദയയുള്ള ഉപദേശം പറയണമെങ്കിൽ ജ്ഞാനത്തോടെ വായെ തുറക്കണം. ജ്ഞാനത്തോടെ വായെ തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദയയുള്ള ഉപദേശം പുറത്തേക്ക് വരില്ല എന്ന് സാരം. ഇനി നമുക്ക് ഒത്തിരി പരിചയമുള്ള വാക്യം, സദൃശവാക്യം 25:11 വാക്യം. 25:11. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താളത്തിൽ പൊന്നാരങ്ങ പോലെ. ഓക്കെ, ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുള്ളതും ഇത് ഈ പദപ്രയോഗം നമ്മുടെ എന്താ പറയുക, നമ്മുടെ നിയമസഭയിൽ പോലും സാമാജികരെടുത്തുദ്ധരിച്ചിട്ടുള്ള വാക്ക്. കർത്താവിന്റെ പല വാക്കുകൾ, ദൈവവചനത്തിൽ നിന്ന് പല വാക്കുകൾ നിയമസഭയിൽ ഉദ്ധരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു പദപ്രയോഗമാണ് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. എന്നാൽ അതിന്റെ മറുവശം നോക്കിയേ, ചിലര് തക്ക സമയത്ത് ഒരു വാക്ക് പറഞ്ഞാൽ എരുതിക്കകത്ത് എണ്ണ ഒഴിക്കുന്നത് പോലെയാണ്. ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം, ഒരു സഹോദരി അടുത്ത വീട്ടുകാരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. ഭർത്താവ് വീട്ടിലല്ലായിരുന്നു. ആ പ്രശ്നം ഉണ്ടായി കുറെ കഴിഞ്ഞപ്പോ ഭർത്താവ് വന്ന് കയറിയ പാടെ പറയുക, നിങ്ങളെ കൊണ്ട് എന്തൊന്നിനു കൊള്ളാം മനുഷ്യ. അന്നേരം അദ്ദേഹം ചോദിച്ചു, എന്ത് പാടി നീ പറയുന്നത്? വെറുതെ എന്നെ കെട്ടിക്കൊണ്ട് വന്നതാ, അടുത്തുള്ളവരുടെ ആട്ടും തുപ്പും സഹിക്കാൻ. ഭർത്താവ്, നീ വിഷയം എന്തുവാന്ന് പറ. വടക്കേവിലെ മറിയാമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞു. ഉടനെ, ആഹാ, മറിയാമ്മ അങ്ങനെ പറഞ്ഞോ? നിങ്ങൾക്ക് തൻ്റെ ഇടമില്ല മനുഷ്യ ചോദിക്കാൻ. ഉടനെ ആ മനുഷ്യൻ, നീ ആ വെട്ടുകത്തി ഇങ്ങോട്ടെടുത്തേ. തങ്കമ്മ വെട്ടുകത്തി എടുത്തു കൊടുത്തു. ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്തോണം, ഞാൻ പറയുന്നില്ല. തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ എരുതിക്കകത്ത് എണ്ണ ഒഴിക്കുന്നത് പോലെ. എന്നാൽ വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ ഒരു വലിയ കലഹം ഒഴിവാക്കുവാനിടയായിത്തീരും. ബന്ധങ്ങളുടെ ശിഥിലീകരണം ഒഴിവാക്കുവാനായി കഴിയും. ഭർത്താവ് കോപിച്ച് നിൽക്കുകയാണെങ്കിൽ ആ കോപത്തിൽ എണ്ണ ഒഴിക്കാതെ ശാന്തതയോടുകൂടെ അതിനെ തരണം ചെയ്യാൻ കഴിയണം. ചിലപ്പോ അല്പസമയം മിണ്ടാതിരുന്നാൽ ആ കോപം കെട്ടടങ്ങി എന്ന് വരും. ഒരിക്കലും ആ കോപത്തെ ശക്തമാക്കുവാൻ തക്ക വാക്കുകൾ ഉപയോഗിക്കാതിരിക്കണം. തക്ക സമയത്ത് പറയുന്ന ഒരു വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. വിശുദ്ധീകരിക്കപ്പെട്ട അധരങ്ങളിൽ നിന്ന് ഇമ്പമുള്ള വാക്കുകൾ പുറപ്പെടുന്നു. ഇനി സഭാപ്രസംഗി 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്, മൂഢന്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. വിശദീകരണത്തിന്റെ ആവശ്യമില്ല. പറയുന്നു, ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്, പക്ഷെ മൂഢന്റെ അധരമോ അവനെ തന്നെ നശിപ്പിച്ചു കളയും. ഇതെല്ലാം നാവിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ വാക്കിലൂടെ വരുന്ന സംഭവങ്ങളെ നമ്മൾ ചിന്തിക്കുന്നത്. വളരെ വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. യെശയ്യാപ്രവചനം 50-ാം അധ്യായം 4-ാം വാക്യം. യെശയ്യാ 50:4. തളർന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയെ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. താങ്ക് യു മമ്മേ. ഇവിടെ നമ്മൾ കാണുന്നത്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു.
ഈ ശിഷ്യന്മാരുടെ നാവിന്റെ പ്രത്യേകത അവിടെ എടുത്തു പറയുക എന്തുവാ? തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുന്നു. ഭാര്യ വിശ്വാസത്തിൽ തളർന്നിരിക്കുന്നുവെങ്കിൽ ഭർത്താവ് വാക്കുകൊണ്ട് താങ്ങണം. ഭർത്താവ് വിശ്വാസത്തിൽ തളർന്നിരിക്കുന്നുവെങ്കിൽ ഭാര്യ വാക്കുകൊണ്ട് താങ്ങണം. വിശ്വാസത്തിൽ തളർന്നിരിക്കുന്നുവെങ്കിൽ വാക്കുകൊണ്ട് താങ്ങണം, പാര വെക്കാൻ പോവരുത്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. നമ്മുടെ വാക്കുകൾ അന്യോന്യം ധൈര്യപ്പെടുത്തുന്നതായിരിക്കട്ടെ, ഉറപ്പിക്കുന്നതായിരിക്കട്ടെ. ഇനി നമുക്ക് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. കൊലോസ്യർ 4:6 ധാരാളം നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ്. 4:6 ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ആമേൻ. നോക്കി, ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത് ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം. നമുക്കുള്ള പ്രശ്നം അവിടെയാണ്. ചിലർക്കത് അറിയില്ല. ചിലർക്ക് ഭർത്താക്കന്മാരോട് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ചിലർക്ക് ഭാര്യയോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ, ചിലർക്ക് പാസ്റ്റർമാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ, ചില പാസ്റ്റർമാർക്ക് വിശ്വാസികളോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. വഴിയെ പോകുന്നവരോട് സംസാരിക്കുന്നത് പോലെ ചിലർ സംസാരിക്കും. മാതാപിതാക്കളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പല മക്കൾക്കും അറിഞ്ഞുകൂടാ, മക്കളോട് എങ്ങനെ സംസാരിക്കണം എന്ന് പല മാതാപിതാക്കൾക്കും അറിവില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രഭാതത്തിൽ വിശേഷപ്പെട്ട ഒരു താലന്ത് നമുക്ക് ആവശ്യമാണ്. എന്തുവാ താലന്ത്? ഓരോരുത്തരോട് എങ്ങനെ സംസാരിക്കണം എന്നറിയണം. അപ്പനോട് എങ്ങനെ ഉത്തരം പറയണം, അമ്മയോട് എങ്ങനെ ഉത്തരം പറയണം, മക്കളോട് എങ്ങനെ ഉത്തരം പറയണം, മരുമക്കളോട് എങ്ങനെ ഉത്തരം പറയണം, കൂട്ടുവിശ്വാസികളോട് എങ്ങനെ ഉത്തരം പറയണം എന്ന് നമ്മൾ അറിയേണ്ടതിന് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കുവാനിടയാകട്ടെ. വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും. നോക്ക, ചിലർക്കെല്ലാം ഉണ്ടെങ്കിലും ആ കാര്യമില്ല, ബാക്കിയെല്ലാം ഉണ്ട്, രുചിയില്ല. വാക്കിനകത്ത് രുചിയില്ല. വാക്കുകൾ ഇഷ്ടം പോലെ വാക്കുകൾ പറയും, പക്ഷെ ആ വാക്കുകളിൽ ഒരു രുചി വരുന്നില്ല. കാരണം കൃപയില്ല. നമുക്കറിയാം, നമ്മൾ ബീഫോ എന്തെങ്കിലും അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ കറി വെക്കണമെങ്കിൽ, എന്ത് കറി വെക്കണമെങ്കിലും പല സാധനങ്ങൾ ചേർക്കണം. അതിലൊന്നാണ് ഉപ്പ്. വിലക്കുറവുള്ള സാധനമാണ്. പക്ഷെ വില കൂടിയ സാധനങ്ങളെല്ലാം നമ്മൾ ചേർത്തു. ഏറ്റവും വിലക്കുറവുള്ള ഈ ഉപ്പ് ചേർത്തില്ലെങ്കിൽ വായി വെച്ച് കഴിക്കാൻ അത്ര ഒരു സുഖം ഉണ്ടാവില്ല. പലർക്കും കഴിക്കാൻ പറ്റില്ല. കാരണം രുചി വന്നില്ല. ആ രുചി വരണമെങ്കിൽ ആ ഉപ്പെന്ന ഘടകം അതിനകത്ത് വരണം, ചേരണ്ടും പടി ചേരണം. ചിലരുടെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വ്യാകരണത്തിലും അച്ചടി ഭാഷയിലും പ്രാസം ഒപ്പിച്ചുമൊക്കെ സംസാരിക്കും. പക്ഷെ അതിനകത്ത് ഉപ്പ് ചേർന്നിട്ടില്ല, അതുകൊണ്ട് രുചി വന്നില്ല. അതിന്റെ കാരണം ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഉണ്ട്, പ്രാർത്ഥനയൊക്കെ നല്ല ഭാഷയിലാണ്, പക്ഷേ ഒരു രുചി വരുന്നില്ല. എന്താ കാരണം? ഉപ്പില്ല. സാക്ഷി ഗംഭീരമായിരുന്നു, പക്ഷേ രുചിയില്ല. കേൾക്കുന്ന ആത്മീക വർധനവുണ്ടായില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ കുത്തുകയാണ്, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചകളിലായി ഈ ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാവ് ഒരു തീ എന്നുള്ള വിഷയം. ആ നാവിനെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പല ഭാഗങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ എടുത്ത് ചിന്തിക്കുകയുണ്ടായി. ആ നാവ് വരുത്തുന്നതായ കേടുപാടുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മുടെ കുറിവാക്യം പ്രവാചകനായ യെശയ്യാവ് 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ ചോദിച്ചത്, അതിന്റെ വായിച്ചു തൊടുവിച്ചു, ഇതാ ഇത് നിന്റെ അധരങ്ങളെ, നാവിനെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി
നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചത്. പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ ഈ വിഷയം നമ്മൾ ഇവിടെ നമ്മളിത് ക്രോഡീകരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മുടെ അധരങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് തൊടുവാൻ, അതിലൂടെ നമ്മുടെ വാക്കിലൂടെ വന്നുപോയ പാപത്തിന് പരിഹാരമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, അടിയനെ സഹായിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഈ വിഷയം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.